Hello friends, welcome to the channel. അപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ ബില്ലിംഗ് കയറിയിരിക്കും ഞാൻ ഓൾമോസ്റ്റ് BSNL ഫൈബർ അതായത് BSNL FTTH ഉപയോഗിച്ചാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 2 to 3 ഇയർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പണ്ട് ഇതിൻ്റെ എടുത്ത സമയത്ത് തൊട്ട് തന്നെ ഇതിൻ്റെ റെഗുലറായിട്ട് ഇതിൻ്റെ അപ്ഡേറ്റ്സുകളും അതുപോലെ തന്നെ പ്ലാൻ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇത്രയും കാലം ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഞാൻ BSNL ഇപ്പോൾ നിർത്താൻ പോവാണ്. ഓൾമോസ്റ്റ് ഞാൻ ഇപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി BSNL ഉപയോഗിക്കുന്നുണ്ട്, ഏഷ്യനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഇതുപോലെ എയർടെൽ എടുക്കാൻ നോക്കിയതാണ്. പക്ഷേ അവർ പറഞ്ഞ അവർക്ക് ഇപ്പോൾ എയർ ഫൈബർ മാത്രമേ അവർ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ട വെച്ചാണ്. എയർ ഫൈബർ എടുക്കരുത് കേട്ടോ, വേസ്റ്റ് പരിപാടിയാണ്, ജസ്റ്റ് മാർക്കറ്റിംഗ് പരിപാടിയാണ്. 5G നെറ്റ്വർക്ക് ത്രൂ വർക്ക് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ അത് കണക്കാണ്, ഞാൻ അത് ഉപയോഗിച്ച് നോക്കിയതാണ്. ഒരിക്കലും എടുക്കരുത്. തനി വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് എന്ന് പറയാം. അത് മെയിൻ ചില ഏരിയയിൽ മാത്രം കൊള്ളാം, അല്ലാത്ത ഏരിയയിലൊക്കെ തനി പോക്കാനുണ്ടോ എയർ ഫൈബർ. നമ്മുടെ ഫോണിൽ 5G കിട്ടുന്ന പോലെ തന്നെയാണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എയർ ഫൈബർ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത് BSNL ഉണ്ട് എയർ ഫൈബർ എന്ന ടെക്നോളജി അവർക്കും ഉണ്ട്. പക്ഷേ ഞാൻ ആക്ച്വലി ഇപ്പോൾ BSNL ഫൈബർ ക്ലോസ് ചെയ്താലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി എൻ്റെ അത് ക്ലോസ് ചെയ്യുന്ന കുറേ പേർക്ക് ചിലപ്പോൾ അറിയുന്നതാവും, ചിലപ്പോൾ അറിയുന്നവരില്ല. എന്താ വെച്ചാൽ നമുക്ക് BSNL ഫൈബർ ഇപ്പോൾ ക്ലോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇത് യൂസ് ചെയ്യാണ്ട് ഇങ്ങനെ ചുമ്മാ വെച്ച് കഴിഞ്ഞാൽ അത് ക്ലോസ് ആവില്ല. എന്ന് വെച്ചാൽ ഇതൊക്കെ പോസ്റ്റ് പെയ്ഡ് കണക്ഷൻസ് ആണ് കേട്ടോ. അത് BSNL ആയിക്കോട്ടെ, ഏഷ്യനെറ്റ് ആയിക്കോട്ടെ, എയർടെൽ ആയിക്കോട്ടെ, ഇതെല്ലാം ചുമ്മാ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ സിം പോലെ പ്ലാൻ കഴിഞ്ഞാൽ റീചാർജ് ചെയ്യണമെന്ന്, ഒരു മാസം കഴിഞ്ഞാൽ റീചാർജ് ചെയ്യേണ്ട, അത് സുമ്മാ അവിടെ കിടന്നോന്ന് പറഞ്ഞ പോലെ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ എമൗണ്ട് കൂടി വരും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ലീഗലി ക്ലോസ് ചെയ്യണം. അതായത് ഇവർക്ക് BSNL കാര്യം പറയണമെങ്കിൽ BSNL ഓഫീസിൽ പോയിട്ട് ഒരു ലെറ്റർ എഴുതി കൊടുക്കണം, ക്ലോസിംഗ് റിക്വസ്റ്റ് ലെറ്റർ കൊടുക്കണം. നിങ്ങൾക്ക് അറിയാം ഇവർക്ക് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉണ്ട്, അത് 60 ഡേയ്സിനുള്ളിൽ കിട്ടുന്നതാണ്. ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് BSNL ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ പണ്ട് ഈ ലാൻഡ് ലൈൻ കണക്ഷൻ്റെ സമയത്തൊക്കെ അത് ക്ലോസ് ചെയ്തവർക്ക് കൊല്ലങ്ങളായിട്ട് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞു കിടക്കുന്നത്. അപ്പോൾ ഇത് 60 ഡേയ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. ഫൈബർ ഇപ്പോൾ പുതിയതായതുകൊണ്ട് ചിലപ്പോൾ കിട്ടാം 60 ഡേയ്സിൽ. ഇപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ കൊടുക്കുമ്പോൾ പറയാം. എന്തായാലും ഞാൻ ഇപ്പോൾ ഈ ഒരു 2-3 ആഴ്ചയ്ക്ക് കൊടുക്കില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ലെറ്റർ സബ്മിറ്റ് ചെയ്യാനുള്ള ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ മാസത്തിൽ ഞാൻ ഓൾറെഡി ഇപ്പോൾ എന്താ പറയുക ബില്ല് അടച്ചുള്ളൂ. അപ്പോൾ എന്തായാലും സെക്യൂരിറ്റി ഡെപ്പോസിറ്റിനല്ല. അപ്പോൾ ഈ മാസം കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അത് അഡ്ജസ്റ്റ് ആയിക്കോട്ടെ വെച്ചിട്ടാണെന്ന് വെച്ചാൽ പറയുന്നത്. ചിലപ്പോൾ ഡെപ്പോസിറ്റ് കിട്ടാൻ ചിലപ്പോൾ നല്ല ടൈം എടുക്കും, കിട്ടുകയെന്നറിയില്ല, എത്ര കൊല്ലം എടുക്കുമെന്നും പറയാൻ പറ്റില്ല, 60 ദിവസം പറയുന്നുണ്ടെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഇങ്ങനെ കോമ്പൻസേറ്റ് ചെയ്തിട്ട് പോയിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇത് ഒരു പണിയില്ല, ജസ്റ്റ് നമ്മുടെ ഒരു ക്ലോസിംഗ് റിക്വസ്റ്റ് നമ്മൾ എഴുതി കൊടുക്കുക, എന്നിട്ട് നമ്മുടെ BSNL ഓഫീസിൽ പോയിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. വേറെ സംഭവങ്ങളൊന്നുമില്ല. അതിൽ എന്തൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പർ വേണം, നമ്മുടെ അഡ്രസ്സ് വേണം, നമ്മുടെ എന്താ പറയുക ഏത് പ്ലാനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് മാത്രം എഴുതിയിട്ട് ഫുൾ ഡീറ്റെയിൽസ് എഴുതിയിട്ട് നിങ്ങളുടെ കാരണം എന്തുകൊണ്ടാണ് നമ്മളിത് ക്ലോസ് ചെയ്യുന്ന ആ കാരണങ്ങൾ എഴുതിയിട്ട് സംഭവം നോർമൽ ഒരു ലെറ്റർ, ഒഫീഷ്യൽ ലെറ്റർ, വലിയ എന്താ പറയുക ഇതുപോലെ എഴുതണം അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് നോർമൽ ഈ സംഭവങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നോർമൽ ലെറ്റർ എഴുതി സബ്മിറ്റ് ചെയ്താൽ മതിയിട്ട്, വേറെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞേക്കുന്നത് 1 വീക്കിനുള്ളിൽ തന്നെ സാധനം ഡിസ്കണക്ട് ആവുന്ന പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അറിയാം ഞാൻ ആക്ച്വലി ഇത് ഈ സമയത്ത് BSNL എടുത്ത സമയത്ത് 6500 രൂപ കൊടുത്തൊരു മോഡടക്കം വാങ്ങിച്ചെടുത്തത്. അതുകൊണ്ടാണ് ഞാൻ എത്ര കാലം വേറെ സംഭവത്തിലേക്ക് മാറാണ്ട് തന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ പർപ്പസിന് വേണ്ടി ഞാൻ ആക്ച്വലി ജിയോ എടുത്ത് നോക്കിയാലോ എയർടെൽ എടുത്ത് നോക്കിയാലോ ഒക്കെ വിചാരിച്ചാണ്. പക്ഷേ ഇത് നമുക്ക് ഉപയോഗിക്കാണ്ട് വെക്കാൻ പറ്റും. വെച്ച് കഴിഞ്ഞാൽ നഷ്ടമാണ്. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 6500 രൂപ കൊടുത്താൽ ഇതിൻ്റെ മോഡടക്കം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അച്ഛൻ്റെ പോലെ നമുക്കത് റെൻറ്റോ അല്ലെങ്കിൽ ഫ്രീയോ അല്ല. പേഷ്യൻ്റൊക്കെ എനിക്ക് വേറെ എക്സ്ട്രാ ചാർജ് ഒന്നും എടുത്തിട്ടില്ല. എനിക്കത് 6 മാസത്തെ ഒരു പ്ലാൻ ആയത് ഭയങ്കര കുറഞ്ഞ് കിട്ടിയതാണ്. അപ്പോൾ അത് എടുത്തതാണ്. പക്ഷെ ഇതങ്ങനെയല്ല, അത് വാങ്ങിച്ചത് കൊണ്ട് അത് ഇപ്പോൾ കട്ട് ചെയ്ത് തന്നെ നഷ്ടം. അത് വെറുതെ വെക്കേണ്ടി വരും. അങ്ങനെ കുറേ ഇഷ്യൂസുകൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഒരു മെയിൻ പ്രോബ്ലം. പുതിയ കണക്ഷൻ ഇപ്പം അങ്ങനെ ഇഷ്യൂ ഇല്ലെന്നുണ്ട് BSNL കേട്ടോ. പക്ഷേ എനിക്കിപ്പോൾ റീസെൻ്റ്ലി 2-3 മാസമായിട്ട് BSNL കുറച്ച് ഷോക്കാണ്. നെറ്റ് കണക്ട് ആവുന്നത് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഡൗൺ ആണ്. മിക്ക വെബ്സൈറ്റുകളും എന്താ പറയുക ഓപ്പൺ ആവുന്നില്ല, അപ്ലോഡ് ആവുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല, ആൾക്കാർക്ക് ഡിസ്കണക്ട് ആവുക. അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ BSNL ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ആക്ച്വലി ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് മുമ്പ് ഇതുവരെ നിങ്ങൾക്കറിയാം BSNL ഓപ്പറേറ്റ് ചെയ്യുന്നത് അവരുടെ എന്താ പറയുക കേബിൾ ഓപ്പറേറ്റർ ത്രൂ ആണ് അവർ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ഇപ്പോൾ എൻ്റെ റീസെൻ്റ്ലി ഇപ്പോൾ ഇവിടുത്തെ അവരെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസ് എന്താ വെച്ചാൽ ഞാൻ കുറച്ച് കേട്ടെന്ന് വെച്ചാൽ അവർക്ക് കറക്റ്റായിട്ട് പേയ്മെൻ്റ് ഒന്നും BSNL പ്രൊവൈഡ് ചെയ്യുന്നില്ല. അങ്ങനെ കുറേ നിങ്ങൾക്കറിയില്ല, കുറച്ച് കൂടെ ആയിപ്പോയി ഇവിടെയാണല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എന്തായാലും ലോങ് ലാസ്റ്റിംഗ് എനിക്ക് ഭയങ്കര ഡൗട്ടാണ് ഇപ്പോൾ സംഭവം BSNL കാര്യത്തിൽ, ഫൈബറിൻ്റെ കാര്യത്തിൽ. എന്താ വെച്ചാൽ ഇതുമാതിരിയൊക്കെ ഇവരെ എംപ്ലോയീസ് തന്നെ നോക്കി കറക്റ്റായിട്ട് നടത്തി കഴിഞ്ഞാൽ തന്നെ ഒന്നാമത് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എന്നിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് ഇൻട്രസ്റ്റ് ഇല്ല, അതിൻ്റെ എംപ്ലോയീസിന് ഇൻട്രസ്റ്റ് ഇല്ല എന്നിട്ടാ. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഓൾമോസ്റ്റ് 99% കൺഫേം ആണ് ഞാൻ ആക്ച്വലി BSNL ക്ലോസ് ചെയ്യട്ടാ. അതിന് പകരം ചിലപ്പോൾ പേഷ്യൻ്റ് എന്താ വെച്ചാൽ 6 മാസത്തെ പ്ലാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഏഷ്യനെറ്റും ക്ലോസ് ചെയ്യും. ഏഷ്യനെറ്റും സർവീസ് വലിയ കാര്യമൊന്നുമില്ല, വിളിച്ചാലൊന്നും കിട്ടുന്ന സംഭവമൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ വീഡിയോ കംപ്ലൈൻറ്റ് കാരണം കിട്ടപ്പോൾ അവരെ സോണൽ മാനേജറൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം വലിയ കംപ്ലൈൻറ്റ് അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ കസ്റ്റമർ സപ്പോർട്ട് കിട്ടാനും സംഭവമൊക്കെ ഭയങ്കര പാടാണ്.
അപ്പോൾ ഞാൻ ആക്ച്വലി ജിയോ അല്ലെങ്കിൽ എയർടെൽ എടുത്താലോ എന്നുണ്ട്. അപ്പോൾ അതായത് നമുക്കൊരു എന്താ പറയുക, നമ്മുടെ ഇപ്പോൾ ഏരിയയിൽ ജിയോ എയർടെൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിവ്യൂ കൂടെ നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ മുമ്പ് ഞാൻ എയർടെൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർ പറഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ എയർടെൽ ഫൈബർ മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏഷ്യനെറ്റ് തന്നെ വെച്ച് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ ജിയോ ആണെങ്കിലും എയർ ഫൈബർ ആണെങ്കിലും രണ്ടാലും കണക്കാം. അപ്പോൾ എയർ ഫൈബർ ഞാൻ എന്തായാലും എടുക്കുന്നില്ല, അതൊക്കെ ഉറപ്പിച്ചു. അപ്പോൾ നമ്മുടെ നോർമൽ വയേർഡ് ത്രൂ ആണെങ്കിൽ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ BSNL തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എന്തായാലും 3 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ആവാറായിട്ടുണ്ട് എന്തായാലും സാധനം ഞാൻ എടുത്തിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. വലിയ മേജർ ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ 2-3 മാസമായിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ ഞാൻ ഇതുവരെയായിട്ട് ഫേസ് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ഇത്രയും ഡിസ്കണക്ഷൻസും അല്ലെങ്കിൽ കംപ്ലയിൻസും കാര്യങ്ങളും ഇതുവരെയായിട്ട് വന്നിട്ടില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ നോർമലി ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് LOS കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ വിളിച്ച് പറഞ്ഞാൽ തന്നെ നോർമലി കുറച്ച് മണിക്കൂറിലാണ് ശരിയാക്കി തരാറുണ്ട്. പിന്നെ അതുപോലെ ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്തിട്ടില്ല. ഞാൻ ഇത് കുറേ വട്ടം പ്ലാനും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി നോർമലി എൻ്റെ ലെവൽ പ്ലാൻ എടുത്തേക്കുന്നത് 490 രൂപയുടെയോ പ്ലാൻ എടുത്തേക്കുന്നത്. പക്ഷെ അത് ഞാൻ മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് അപ്പോഴൊന്നും നമുക്ക് ഒരു ഇഷ്യൂ ഉണ്ടാകുന്നില്ല. പക്ഷെ ഇപ്പോൾ കുറച്ച് ഷോക്കാണ്. അപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ നിങ്ങൾ BSNL ഫൈബർ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഒരു റിവ്യൂ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പ്രത്യേകിച്ച് ഈ 2-3 മാസമായിട്ട് നിങ്ങളൊരു റിവ്യൂ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 മെയിൻ ചാനൽസ് ഓണത്തിൽ പോയി കണ്ടു സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളില്ലെങ്കിൽ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലോഗാണ്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഫോളോ ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ബൈ.